നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിയായ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് കോടതി. ശങ്കരദാസ് ആശുപത്രിയിൽ കിടക്കുന്നത് മകൻ SP ആയതുകൊണ്ടാണോ എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ. ദേവസ്വം ബോർഡിനും വിമർശനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാം ഏൽപ്പിച്ചെങ്കിൽ ദേവസ്വം ബോർഡിന് എന്താണ് പണിയെന്ന് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി കടുപ്പിച്ചു പ്രത്യേക അന്വേഷണ സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുമ്പ് കുറ്റപത്രം നൽകാൻ നീക്കം. 3 കേസിലും 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും. രാഹുൽ അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശങ്ങൾ പുറത്ത്. രാഹുലിനെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന SIT അപേക്ഷ തിരുവല്ല കോടതി നാളെ പരിഗണിക്കും. കരൂർ ദുരന്ത കേസിൽ നടൻ വിജയുടെ മൊഴിയെടുത്ത് CBI. നാളെയും ഹാജരാകാൻ നിർദ്ദേശം. തീയതി മാറ്റി നൽകണമെന്ന് വിജയ്. ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയെന്നും പാർട്ടിയല്ല ദുരന്തത്തിന് കാരണമെന്നും മൊഴി. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതിയിൽ തടസ്സ ഹർജിയുമായി സെൻസർ ബോർഡ്. ലക്ഷ്യത്തിലെത്താതെ ISROയുടെ PSLV C-62 ദൗത്യം. വിക്ഷേപണ പാതയിൽ നിന്ന് വ്യതിചലിച്ചതായി വിശദീകരണം. PSLV C-62 കുതിച്ചുയർന്നത് തന്ത്രപ്രധാനമായ അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകളുമായി. 3ാം ഘട്ടം തകരാറിലാകുന്നത് തുടർച്ചയായ 2ാം തവണ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം വിവാദത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രം ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയെന്ന ആരോപണം സർക്കാരിന്റെ പരസ്യ പ്രചാരണമാണെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ. വിശദമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി കടുപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് കുറ്റപത്രം നൽകാനാണ് നീക്കം. 3 കേസിലും 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും. അതിനിടെ അതിജീവിതയെ രാഹുൽ ഭീഷണിപ്പെടുത്തിയതിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് കൂടുതൽ മുറുക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റ് വിവരവും കേസിന്റെ വിശദാംശവും അന്വേഷണ സംഘം രേഖാമൂലം സ്പീക്കറെ അറിയിച്ചു. നിയമോപദേശത്തിനു ശേഷം MLA പദവിയിൽ നിന്ന് അയോഗ്യനാകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT ശ്രമിക്കുന്നത്. 3 കേസുകളുടെ അന്വേഷണവും 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. അതിനിടെ രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവന്നു. ഇരുവരുടെയും ചാറ്റുകൾ അടക്കമുള്ള വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. തനിക്കെതിരെ പരാതിയുമായി വന്നവർക്കും കുടുംബാംഗങ്ങൾക്കും അതേ നാണയത്തിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. തന്നെ പേടിപ്പിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട എന്നും താൻ എല്ലാത്തിന്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണെന്നും ഇനി എന്തിനും തയ്യാറാണെന്നും രാഹുൽ യുവതിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരാതിയുമായി മുന്നോട്ടു പോയാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിജീവിതയെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുന്ന രേഖകൾ ഉൾപ്പെടെ കാട്ടിയാകും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. ഇതിനായി രാഹുലിനെ നേരിട്ട് ഹാജരാക്കാൻ കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. അതേസമയം ജാമ്യം അനുവദിക്കണമെന്ന് കാട്ടി പ്രതിഭാഗവും ഹർജി നൽകി. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള SITയുടെ അപേക്ഷ പരിഗണിച്ച തിരുവല്ല ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചത്. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പരാതിക്കാരിയുടെ മൊഴിയിലുള്ള ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചിരുന്നു. കൂടാതെ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും കസ്റ്റഡി അനിവാര്യമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. നാളെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ തീരുമാനമുണ്ടാകും. അതേസമയം രാഹുലിനെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്നും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നും കാട്ടി പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകി. കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ലെന്നും ഉടൻ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കൂ എന്ന് കോടതി അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. പാർട്ടിക്ക് പുറത്തുള്ള ആളോട് രാജിവെക്കാൻ ആവശ്യപ്പെടാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന വിഷയത്തിൽ എത്തിക്സ് കമ്മിറ്റി അല്ല തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? എത്തിക്സ് കമ്മിറ്റി ഒന്നുമല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്.
ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ ഒരാളെ രാഹുൽ വിഷയത്തിൽ എക്കാലവും ഒരേ നിലപാടാണെന്നും ഈ വിഷയത്തിൽ CPM കോൺഗ്രസ് അന്തർധാരയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുലിനെ എന്തിനാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്നും 4 മാസം മുന്നേ FIR ഫയൽ ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, എന്നിട്ടും വൈകിയത് എന്തിനാണെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഇത് CPM കോൺഗ്രസിൻ്റെ ഒരു അന്തർധാരയാണ്. എങ്ങനെയെങ്കിലും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വശത്ത് സംരക്ഷിക്കുക, മറ്റേ വശത്ത് ഇതിന് ഈ ഒരു ന്യൂസ് ഐറ്റമിനെ എടുത്ത് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുക. ഇതെന്തിനാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്? ഇത് 4 മാസം മുമ്പ് ചെയ്യേണ്ട കാര്യമല്ലേ? എന്തിനാണ് FIR ഫയൽ ഇത്ര ലേറ്റായത് ചെയ്തത്? ഇലക്ഷൻ്റെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ 4 ദിവസം മുമ്പ്. ഇതെല്ലാം ഞാൻ ഏറെ ബഹുമാനത്തോട് പറയണേ, ഇതുവരെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വെടിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത്. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ കേരളീയ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഒരു MLAയിൽ നിന്നും ഒരു ജനപ്രതിയിൽ നിന്നും ഉണ്ടാവാത്ത വിധമുള്ള സ്ഥിരം ലൈംഗിക കുറ്റവാളിയുടേതാണ് രാഹുലിൻ്റേത് എന്നാണ് മൂന്നാമത്തെ ഇരയുടെ പീഡന കഥകൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇനിയും ചിലത് വരാനുണ്ട് എന്നത് പല രീതിയിലും പുറത്തു വന്ന വിവരങ്ങൾ കാണാൻ കഴിയും. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനായി വഴിപാടും പൂജയും നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ്. പള്ളിയിലും ക്ഷേത്രത്തിലും വഴിപാട് നടത്തിയത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി റജോ വള്ളംകുളമാണ്. പുതുപ്പള്ളി പള്ളിയിൽ 3 മേൽ കുർബാന, നന്നൂർ ദേവീക്ഷേത്രത്തിൽ ശത്രുസംഹാര പൂജ, ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തിയതായും രാഹുലിന്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയെന്നും റജോ വള്ളക്കുളം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദേവസ്വം ബോർഡ് മുന്നംഗമായ KP ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവസം മുതൽ KP ശങ്കരദാസ് ആശുപത്രിയിലാണ്. മകൻ SP ആയതിനാലാണോ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതെന്നും കോടതി ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനും ദേവസ്വം ബോർഡിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ കൂട്ടുപ്രതിയായ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ എന്ത് അസംബന്ധമാണ് SIT കാണിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ ജോലിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ പ്രതിയെ തൊടാൻ മടി എന്നും കോടതി ചോദിച്ചു. ശങ്കർദാസ് ആശുപത്രിയിലാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചപ്പോൾ കേസ് വന്നപ്പോഴല്ലേ ആശുപത്രിയിൽ കയറിയതെന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. ശബരിമലയിൽ സ്പോൺസർമാരെ കയറ്റുന്നത് സംബന്ധിച്ചായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിമർശനം. ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കുവാൻ ബോർഡ് ഇത്തരക്കാർക്ക് അവസരം നൽകുകയാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. പോറ്റിയെ കയറ്റുന്നവർക്കും ഇതേ ഉദ്ദേശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന SIT അന്വേഷണം അംഗീകരിക്കാനാവില്ലെന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ നിലപാട്. ISROയുടെ PSLV C-62 ദൗത്യം ലക്ഷ്യത്തിലെത്തിയില്ല. റോക്കറ്റിന്റെ 3ാം ഘട്ട ജ്വലനത്തിൽ തകരാറുണ്ടായെന്നും വിക്ഷേപണ പാതയിൽ വ്യതിയാനമുണ്ടായെന്നും ISRO. പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിൽ മുതൽക്കൂട്ടാകുന്ന അന്വേഷ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തേക്ക് എത്തിക്കേണ്ടിയിരുന്നത്. 2026 ആദ്യ ഉപഗ്രഹ വിക്ഷേപണത്തിലെ പരാജയം ISROയ്ക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടം തകരാറിലാകുന്നത് ഇത് തുടർച്ചയായ 2ാം തവണയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 10:17 PSLV C-62 കുതിച്ചുയർന്നത്. ആദ്യ 2 ഘട്ടങ്ങളും വിജയമായിരുന്നു. പിന്നാലെ റോക്കറ്റിന്റെ 3ാം ഭാഗം വേർപെട്ട ശേഷം സാങ്കേതിക പ്രശ്നമുണ്ടായി. ജ്വലനത്തിൽ തകരാറുണ്ടായെന്നും വിക്ഷേപണ പാതയിൽ വ്യതിയാനമുണ്ടായെന്നുമാണ് ISRO വിശദീകരിക്കുന്നത്. Close to the end of the third stage, we were seeing some disturbance in the vehicle, and there was a deviation in the path of the vehicle, and the mission could not proceed in the expected path. That is what is the information right now available. Now we are going through the data,
and we have to get the data from all the ground stations. And once the data analysis is completed, we shall come back to you. ഭൗമോപരിതലത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത EOS N1 അന്വേഷയായിരുന്നു ദൗത്യത്തിലെ പ്രധാന ഉപഗ്രഹം. കൃഷി, നഗര മാപ്പിംഗ്, പരിസ്ഥിതി നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണിത്. അന്വേഷയ്ക്ക് പുറമെ UK, ബ്രസീൽ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഉപഗ്രഹങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. 2025 മെയ് മാസം നടന്ന PSLVയുടെ കഴിഞ്ഞ വിക്ഷേപണവും പരാജയമായിരുന്നു. അന്നും മൂന്നാം ഘട്ടത്തിലാണ് തിരിച്ചടിയുണ്ടായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ചോദ്യാവലി എന്ന ആരോപണം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച മത്സരത്തിലെ ചോദ്യങ്ങൾ സർക്കാരിന്റെ പരസ്യ പ്രചാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന രംഗത്തെത്തി. സംസ്ഥാനത്ത് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് നടത്തിയ വിജ്ഞാനയാത്ര ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് പരിപാടിയാണ് വിവാദത്തിലായത്. പ്രാഥമിക റൗണ്ട് മത്സരത്തിലെ ചോദ്യങ്ങൾ പലതും സർക്കാരിന്റെ PR പ്രൊമോഷനാക്കിയതായി വിമർശനം. ഇടതു സർക്കാരിന്റെ പരസ്യ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ചോദ്യങ്ങളായി വന്നതെന്ന് കടുത്ത വിമർശനമാണ് ഉയരുന്നത്. 30 ചോദ്യങ്ങളിലേറെയും സർക്കാരിന്റെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചതാര് തുടങ്ങിയ ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ച് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA രംഗത്തു വന്നു. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോകോത്തര മാതൃകയിൽ പുനരധിവാസ ടൗൺഷിപ്പ് അതിവേഗം പൂർത്തിയാകുന്നത് ഏത് എസ്റ്റേറ്റിൽ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചതോടെ അർഹരായ വ്യക്തികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര രൂപയാണ്? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ. വിദ്യാർത്ഥികളിൽ നിർബന്ധപൂർവ്വം രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് KPSTA ആരോപിച്ചു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി കേവലം പാർട്ടി പരിപാടിയായി മാറ്റിയെന്നാരോപിച്ച് കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് അനുകൂല സംഘടനകൾ നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരൂർ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ TVK അധ്യക്ഷൻ വിജയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി. ഡൽഹിയിൽ CBI ആസ്ഥാനത്താണ് മൊഴിയെടുത്തത്. വിജയെ CBI ചോദ്യം ചെയ്തത് ഇന്ന് 6 മണിക്കൂറിലധികമാണ്. കനത്ത സുരക്ഷയിലായിരുന്നു CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ നടന്നത്. കരൂർ ദുരന്തത്തിൽ പാർട്ടിയായ TVKയ്ക്കോ പാർട്ടി ഭാരവാഹികൾക്കോ പങ്കില്ലെന്ന് നടനും TVK അധ്യക്ഷനുമായ വിജയ് ചോദ്യം ചെയ്യലിൽ CBIയോട് പറഞ്ഞു. സമ്മേളനത്തിന് ആവശ്യമായ അനുമതികൾ വാങ്ങിയിരുന്നതായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതായും വിജയ് മൊഴി നൽകി. ജില്ലാ ഭരണകൂടത്തിന്റെ തെറ്റായ നടപടികളാണ് അപകടത്തിന് കാരണമെന്നും വ്യക്തമാക്കി. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചയാണ് തിരക്കിന് കാരണമായതെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നും അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട രേഖകളും CBI പരിശോധിച്ചു. 3 പേരടങ്ങുന്ന സംഘമാണ് വിജയിയെ ചോദ്യം ചെയ്തത്. ഏകദേശം 6 മണിക്കൂറിലധികം CBI വിജയിയെ ചോദ്യം ചെയ്തു. കേസിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്ന് CBI ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൽഹിയിൽ CBI ആസ്ഥാനത്താണ് മൊഴിയെടുത്തത്. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് CBI പ്രധാനമായും പരിശോധിക്കുന്നത്. പരിപാടി അലങ്കോലമാക്കാൻ പുറത്തുനിന്നുള്ളവർ ശ്രമിച്ചു എന്ന TVKയുടെ ആരോപണവും പരിശോധിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളായ N ആനന്ദ്, ആദവ് അർജുന, നിർമ്മൽ കുമാർ എന്നിവരെ 2 തവണ CBI ചോദ്യം ചെയ്തിരുന്നു. വിജയ് കരൂർ ദുരന്ത സമയത്ത് ഉപയോഗിച്ചിരുന്ന പ്രചാരണ വാഹനവും കഴിഞ്ഞ ദിവസം CBI വിശദമായി പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 കരൂരിൽ വിജയ് പ്രസംഗിച്ച വമ്പിച്ച രാഷ്ട്രീയ റാലിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് വൻ അപകടമുണ്ടായത്. അതേസമയം വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിൽ പോയതിനു പിന്നാലെ തടസ്സ ഹർജിയുമായി സെൻസർ ബോർഡും സുപ്രീം കോടതിയെ സമീപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിൽ തുടർച്ചയായ 3 വർഷം സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ സമർപ്പിക്കാത്ത 516 കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കി. വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് നടപടി. ലൈസൻസ് റദ്ദാക്കിയ കമ്പനികളെ പിരിച്ചുവിടാനും മന്ത്രിയുടെ നിർദ്ദേശത്തിലുണ്ട്. 2016 കമ്പനി നിയമം അനുസരിച്ച് സാമ്പത്തിക കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കാത്ത കമ്പനികൾക്കെതിരെയാണ് നടപടി. ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. കുവൈറ്റിലെ മംഗഫ് തീപിടുത്ത കേസുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമയായ കുവൈറ്റ് പൗരനും നിരവധി പ്രവാസികൾക്കുമെതിരെ വിധിച്ച തടവ് ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ കാസേഷൻ കോടതിയുടെ ഉത്തരവ്. നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് നേരത്തെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചിരുന്നത്. അതോടൊപ്പം NBTC കമ്പനി ഡയറക്ടറും വ്യവസായിയുമായ മുഹമ്മദ് നാസർ അൽ ബദാഹിക്ക് എതിരെ നേരത്തെ അപ്പീൽ കോടതി വിധിച്ച ഒരു
അപ്പീൽ കോടതി വിധിച്ച 1 വർഷത്തെ കഠിന തടവ് ശിക്ഷ റദ്ദാക്കുകയും പകരം 5000 ദിനാർ പിഴയായി കുറയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സുൽത്താൻ ഹമദ് അൽ അജ്മി സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് നടപടി. നേരത്തെ അപ്പീൽ കോടതി ചില പ്രതികൾക്ക് വിധിച്ചിരുന്ന 3 വർഷത്തെ കഠിന തടവ് ശിക്ഷ 1 വർഷമായി കുറച്ചിരുന്നു. നരഹത്യാക്കുറ്റത്തിന് 3 പ്രതികൾക്ക് 3 വർഷത്തെ കഠിന തടവ് ശിക്ഷയും കള്ളസാക്ഷ്യം നൽകിയെന്ന കുറ്റത്തിന് 2 പ്രതികൾക്ക് 1 വർഷത്തെ കഠിന തടവ് ശിക്ഷയും ഒളിവിലായ പ്രതികളെ സഹായിച്ചതിന് 4 പ്രതികൾക്ക് 1 വർഷത്തെ കഠിന തടവ് ശിക്ഷയുമാണ് അപ്പീൽ കോടതി വിധിച്ചിരുന്നത്. 2024 ജൂൺ 12-നാണ് 24 മലയാളികൾ ഉൾപ്പെടെ 45 ഇന്ത്യക്കാരും 4 ഫിലിപ്പീനോ സ്വദേശികളും മരിച്ച തീപിടുത്ത ദുരന്തം നടന്നത്. സൗദിയിൽ കഴിഞ്ഞ 2025 വർഷത്തിൽ 4-ാം പാദത്തിൽ ഓർഡർ ഡെലിവറി മേഖല ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. 3 മാസത്തിനിടെ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ആകെ 12.4 കോടിയിലേറെ ഓർഡറുകൾ ഡെലിവറി ചെയ്തു. 2024 4-ാം പാദത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ പാദത്തിൽ ഓർഡർ ഡെലിവറിയിൽ 60% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ മേഖലയുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയെയും വികാസത്തെയും പ്രതിഫലിക്കുന്നതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഡെലിവറി മേഖലയുടെ തുടർച്ചയായ വികസനവും ലോജിസ്റ്റിക്സ് സേവനങ്ങളിലെ നവീകരണത്തിനുള്ള പിന്തുണയും സാങ്കേതിക പരിഹാരങ്ങളുടെ വികാസവും കൊമേഴ്സിനെ കൂടുതലായി ആശ്രയിക്കുന്നതും ഈ വളർച്ചയ്ക്ക് സഹായിച്ചു. ഇവയെല്ലാം ഡെലിവറി സേവനത്തിനുള്ള ആവശ്യകത വർദ്ധിക്കാൻ കാരണമായി. UAE-യിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. കുറഞ്ഞ താപനില 15 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജബൽ ജൈസ് ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. രാത്രിയിലും പുലർച്ചെയും വാഹനം ഓടിക്കുന്നവരും കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ദുബായിലെ ടോൾ പിരിവ് സ്ഥാപനമായ സാലിക്കിൽ ഓഹരി നിക്ഷേപ അവസരമെന്ന പേരിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് കമ്പനി അറിയിച്ചു. മൊബൈൽ സന്ദേശങ്ങൾ വഴിയോ സമൂഹ മാധ്യമ ലിങ്കുകൾ വഴിയോ സാലിക്കിൽ നിക്ഷേപാവസരങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നില്ലെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. സാലിക്കിലെ ഓഹരി വ്യാപാരത്തിനായി അംഗീകൃത ചാനലുകളെ ആശ്രയിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാലിക് ഓഹരികൾ DFM മൊബൈൽ ആപ്പ് വഴിയോ മാർക്കറ്റ് ലൈസൻസുള്ള ബ്രോക്കർമാർ വഴിയോ മാത്രമേ ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കും വിധമുള്ള കൃത്യതയോടെയാണ് നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ എന്നിവ യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കും വിധം കൃത്യതയുള്ളതാണ്. നിലവിൽ നടക്കുന്ന ഡിജിറ്റൽ നിയമലംഘനങ്ങളിൽ 90%-ലധികവും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ളതാണെന്നും കൗൺസിൽ വ്യക്തമാക്കി. വിശ്വസനീയമല്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക, സന്ദേശങ്ങളിലെ അക്ഷരത്തെറ്റുകളോ വ്യാകരണ പിശകുകളോ പരിശോധിക്കുക, ഔദ്യോഗിക ചാനലുകൾ വഴി സംശയാസ്പദമായ വിവരങ്ങൾ പരിശോധിക്കുക എന്നീ മുൻകരുതൽ നടപടികളും കൗൺസിൽ നിർദ്ദേശിച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പുതിയ വേദി ഒരുങ്ങുന്നു. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡയറക്റ്റ് ലൈൻ എന്ന ടെലിവിഷൻ റേഡിയോ പരിപാടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സ്ഥിരം വേദിയും ഹെഡ്ക്വാർട്ടേഴ്സും പുതിയ സ്ഥലത്ത് നിർമ്മിക്കും. അൽ ദൈദ് കോർഫാക്കാൻ റോഡരികിലാണ് 146 മില്യൺ ദിർഹം മുതൽ മുടക്കിൽ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. 500 മില്യൺ ദിർഹം മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന എക്സിബിഷൻ സെന്ററുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറമിൽ നമസ്കാരം നിർവഹിക്കാൻ സ്വന്തം നമസ്കാരപ്പടം തീർത്ഥാടകന് സമ്മാനിച്ച മക്കയിലെ ശുചീകരണ തൊഴിലാളിയെ മക്ക നഗരസഭ ആദരിച്ചു. ശുചീകരണ തൊഴിലാളി നിസ്വാർത്ഥതയുടെയും കാരുണ്യത്തിൻ്റെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സ്വാഭാവിക പ്രവൃത്തിയെന്നോണം തൻ്റെ മുസല്ല അഥവാ നമസ്കാരപ്പടം തീർത്ഥാടകരിൽ ഒരാൾക്ക് സമ്മാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ മറ്റൊരു തീർത്ഥാടകൻ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവിട്ടു. വീഡിയോ വൈറലായി. ഇതോടെ സാമൂഹിക മാധ്യമ ഉപയോക്താക്കളുടെ വ്യാപക പ്രശംസ നേടുകയായിരുന്നു. സൗദിയിലെ ജുബൈലിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവനന്തപുരം വെമ്പായം സ്വദേശി പുളിക്കക്കോണത്ത് പാണയിൽ വീട്ടിൽ അല്ലാസിം മരിച്ചു.
അലസീം ഓടിച്ചിരുന്ന വാഹനം ട്രക്കിന് പിന്നിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അസീം മരിച്ചു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് അസീം. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിദ്ദ നവോദയ കേന്ദ്ര കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നവോദയം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ദമാം നവോദയ മുൻ രക്ഷാധികാരി MM നയീം ഉദ്ഘാടനം ചെയ്തു. നവോദയ രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം, അബ്ദുൽ റഹ്മാൻ, മുഹമ്മദ് മേലാറ്റൂർ, മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. വനിതാവേദി കൺവീനർ അനുപമ ബിജുരാജ് അധ്യക്ഷത വഹിച്ചു. മുസാഫർ പാണക്കാട്, നൌഷാദ് വേങ്ങൂർ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് ക്രിസ്മസ് പുതുവത്സരാഘോഷവും പ്ലം കേക്ക് മത്സരവും സംഘടിപ്പിച്ചു. 2025 മാർച്ചിൽ CBSE നടത്തിയ 10-12 ക്ലാസുകളിലെ മികച്ച വിജയം നേടിയ നവോദയ ബാലവേദി കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു ദിവസം ശേഷിക്കെ സന്നിധാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഭക്തർ പർണശാലകൾ സ്ഥാപിച്ച് വിളക്കിനായി കാത്തിരിക്കുകയാണ്. അതേസമയം എരുമേലി പേട്ട കെട്ടിയ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ സന്നിധാനത്ത് രാത്രി ദർശനം നടത്തും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇനിയുള്ള 2 നാൾ കാത്തിരിപ്പിന്റേതാണ്. മകരവിളക്ക് തെളിയുന്നതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് ഇതിനായി തമ്പടിച്ചിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് തിരുമുറ്റം, പാണ്ടിത്താവളം, കൊപ്രാക്കളം, പൊതുമരാമത്ത് ഓഫീസ് മുറ്റം തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് ഭക്തർക്ക് വിളക്ക് ദർശിക്കാൻ കഴിയും. തിരുമുറ്റം ഒഴികെ ബാക്കിയിടങ്ങളിൽ ഭക്തർ ഇനി വിരിവച്ച് കാത്തിരിപ്പ് തുടരും. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമായി 10ഓളം സ്ഥലങ്ങളിൽ നിന്നാൽ മകരവിളക്ക് ദർശിക്കാൻ കഴിയും. ഇവിടങ്ങളിലെല്ലാം ബാരിക്കേഡ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അനുവദിച്ച ഇടങ്ങൾ കൂടാതെ വനമേഖലകളിലേക്ക് ഭക്തർ കടന്നുകയറുന്നത് വനം വകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. ആഹാരം പാകം ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഭക്തർക്ക് കുടിവെള്ളവും ഭക്ഷണവും വിതരണം ചെയ്യും. മകരവിളക്ക് ദർശിച്ച് ഭക്തർക്ക് സന്നിധാനത്ത് നിന്നും പമ്പയിലേക്കുള്ള വഴിയിലെത്താൻ പ്രധാന വഴി കൂടാതെ 2 വഴികൾ കൂടി പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി. സുഗമമായ മകരവിളക്ക് ദർശനത്തിന് നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഭക്തർ തയ്യാറാകണമെന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന. അമൃത ന്യൂസ്, സന്നിധാനം. മകരസംക്രമ സന്ധ്യയിൽ ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ച ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു. ശരണവിളികളാൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പരമ്പരാഗത പാതയിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 14 വൈകിട്ട് ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ പുലർച്ചെ 4:30 വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. പുലർച്ചെ മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. ഘോഷയാത്രയെ അനുഗമിക്കുന്ന രാജപ്രതിനിധി പുണർത്തംനാൾ PN നാരായണവർമ്മ ഉടവാൾ ഏറ്റുവാങ്ങി. തുടർന്ന് 1 മണിയോടെ പുതിയ ഗുരുസ്വാമി മരുതവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 26 പേരടങ്ങുന്ന വാഹക സംഘം തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി. ഈ സമയം ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നു. 83 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുന്നത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി യാത്ര ചെയ്യുന്ന സംഘം ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2ാം ദിവസം ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് വിശ്രമിക്കുക. 3ാം ദിവസം വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാജ്യത്തെ ഗവേഷണ മേഖലയെ പ്രാദേശിക തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക പദ്ധതിയുമായി നീതി ആയോഗ്. അമൃത വിശ്വവിദ്യാപീഠം എട്ടിമട ക്യാമ്പസിൽ സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ ശില്പശാലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതി പുറത്തിറക്കിയത്. സംസ്ഥാന തലത്തിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിനും അതുവഴി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഭരണനിർവഹണം സാധ്യമാക്കുന്നതിനുമുള്ള സമഗ്രമായ കർമ്മരേഖയാണ് ശില്പശാലയിൽ തയ്യാറാക്കിയത്. തമിഴ്നാട് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ഗവേഷണങ്ങൾ ലാബുകളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് ശില്പശാലയിൽ പ്രഭാഷണം നടത്തിയ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അമൃത സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സാങ്കേതിക വിദ്യയുടെ ബോധപൂർവമായ പ്രയോഗത്തിലൂടെ മാത്രമേ
സാമൂഹ്യ വെല്ലുവിളികൾ നേരിടാൻ കഴിയൂ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു. The Sustainable Development Goals were adopted as a global agenda, and I have always thought of the Sustainable Development Goals as a compact between leaders of society and members of their citizenry to say, in the 21st century, we must ensure basics for all citizens, and so that is very much, I think, in the spirit of what the Vidyapeetham has been doing. ഗവേഷണ മേഖലയിലെ തമിഴ്നാടിന്റെ കുതിപ്പിനെക്കുറിച്ച് സംസാരിച്ച സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി മെമ്പർ പ്രൊഫസർ ഡോക്ടർ എസ് വിൻസെന്റ് പേറ്റന്റ് ഫയലിംഗിൽ തമിഴ്നാട് രാജ്യത്ത് ഒന്നാമതാണെന്ന് വെളിപ്പെടുത്തി. പ്രതിവർഷം 5000 മുതൽ 6000 വരെ പേറ്റന്റ് അപേക്ഷകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ അമൃത സർവകലാശാലയുടെ പങ്കും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള GI ടാഗുകൾ നേടിയെടുക്കുന്നതിലെ സർവകലാശാലയുടെ ശ്രമങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. ചേഞ്ചിങ് ഡയമെൻഷൻസ്, എ ജേർണി ഫ്രം ഇമേഷൻ ടു ഇമ്പാക്ട്, സ്കോളേഴ്സ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്നിങ്ങനെ 2 പുസ്തകങ്ങളും ശില്പശാലയുടെ ഭാഗമായി പുറത്തിറക്കി. ഗവേഷണ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠവും ന്യൂഡൽഹിയിലെ CSIR നിസ്പയറും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവെച്ചു. ഡോക്ടർ മനീഷ വിനോദിനി രമേശും ഡോക്ടർ ഗീതാവാണി രായസമും ധാരണാപത്രം കൈമാറി. നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ ഉൾപ്പെടെയുള്ളവർ ശില്പശാലയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പരിക്കിനെ തുടർന്ന് ഇന്ത്യൻ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന് ന്യൂസിലൻഡിനെതിരെ ഏകദിന പരമ്പര നഷ്ടമാകും. വഡോദരയിൽ നടന്ന മത്സരത്തിൽ താരത്തിന് ഇടുപ്പ് വേദന അനുഭവപ്പെടുകയായിരുന്നു. സുന്ദറിന് പകരം ആയുഷ് ബദോനിയെ ടീമിൽ ഉൾപ്പെടുത്തി. ബുധനാഴ്ച രാജ്കോട്ടിൽ നടക്കുന്ന 2ാം ഏകദിനത്തിന് മുന്നോടിയായി ബദോനി ടീമിനൊപ്പം ചേരും. ആദ്യമായിട്ടാണ് ബദോനിക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വരുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന ബദോനി അടുത്തിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.